എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്. 5 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ പല പ്രൊഡക്ട്സിനും ഒരു മാനുവൽ ഫിറ്റിംഗ് കൊടുക്കലാണ് എൻ്റെ ജോലി. എനിക്ക് തൊട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു അത്. എൻ്റെ കോവർക്കേഴ്സ് ആണെങ്കിൽ എന്നെ എപ്പോഴും ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാനും എൻ്റെ ക്ലോസസ്റ്റ് ആയ കോവർക്കറും പങ്കിട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു. അവൻ്റെ പേര് ഹ്യൂഗോ എന്ന. അവൻ ഞാനുള്ള റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ജോലി ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഹ്യൂഗോ അവനൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഏത് നേരവും എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് കോൺവെർസേഷനൊന്നുമല്ല. അന്നത്തെ ഒരു ദിവസം എന്താണോ അതങ്ങനെ സംസാരിച്ച് തീർക്കുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ടോക്കായിരുന്നു. ഒരു ദിവസം ബോറടിക്കാതെ പോകാൻ അത് മതി. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ ഗ്രീറ്റ് ചെയ്യാൻ എൻ്റെ റൂംമേറ്റ് ഉണ്ട്, ബോബ്. അവൻ ഹ്യൂഗോന്റെ അത്രയും കരിസ്മാറ്റിക് അല്ലായിരുന്നു, പക്ഷെ എന്നാലും അവൻ എനിക്ക് നല്ലൊരു കമ്പനിയായിരുന്നു. ബോബ് വീൽ ചെയറിലുള്ള ഒരാളായതുകൊണ്ട് അവൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും, പുറത്തേക്കൊന്നും പോവാറില്ല. എനിക്ക് അവനെ അറിയാവുന്നിടത്തോളം കാലം ഒരു വട്ടം പോലും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവനങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അവൻ എപ്പോഴും അവന്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് അവൻ സോഷ്യലൈസ് ചെയ്യാറുള്ളതും അവന്റെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളതും. ഞാനും അവന്റെ കൂടെ ഇരുന്ന് അവൻ റിലീസ് ആകുമ്പോൾ തന്നെ ഇരുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സിനിമകളൊക്കെ ഇരുന്ന് കാണും. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞാൻ ഓഫീസിലത്തെ കാര്യങ്ങളും ഹ്യൂഗോ ആയിട്ടുണ്ടാവുന്ന ബിസാറായിട്ടുള്ള കോൺവെർസേഷനൊക്കെ ബോബിനോട് ഷെയർ ചെയ്യും. പക്ഷെ അവൻ അതൊന്നും കേട്ട് ചിരിക്കാറൊന്നുമില്ല. പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ ബോബിന്റെ കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ പോയി ഹ്യൂഗോന്റെ അടുത്ത് പറയും. ഹ്യൂഗോക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങൾ ചെറുതായൊന്ന് തെറ്റുന്നത്. ഹ്യൂഗോ എന്നെ അവോയ്ഡ് ചെയ്തു. അവൻ എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു പോയി. എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല. ആ ഒരു ദിവസം ഹ്യൂഗോക്ക് ഒരു ഹ്യൂഗോ വൈബ് ഉണ്ടായിരുന്നില്ല. അവൻ്റെതായ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാനത് വലിയ കാര്യമാക്കിയില്ല. ഞാൻ വിചാരിച്ചു അവൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ വല്ലതും ആയിരിക്കുന്നു. മാത്രമല്ല, ഇതുപോലൊരു ഹൈ എനർജി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യില്ല. ഇതുപോലെ പിറ്റേ ദിവസം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഇതെൻ്റെ ഡ്യൂട്ടിയാണ് അവന് എന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ. ഞാൻ അന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ എൻ്റെ ചോദ്യം അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ട് ഒന്നുകൂടെ ഫേക്ക് ആയിട്ട് അവൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അവനത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നത് ഭയങ്കര ക്ലിയർ ആയിരുന്നു കാണാൻ. ഇവൻ ഈ കാണിക്കുന്ന ആക്ടിങ്ങിനെയും കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ അത് പിന്നെയും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു മൂഡിനെ ഇല്ലാതാക്കി. മാത്രമല്ല, ഇത്തവണ അവന്റെ ടേൺ ആയിരുന്നു സംസാരിക്കാൻ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടൂൾസ് താഴെ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. എന്നിട്ട് ഹ്യൂഗോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഹ്യൂഗോ എന്നെ സർപ്രൈസ് ആയിട്ട് എൻ്റെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് എന്താന്ന് വെച്ചാൽ 2 പേർക്കും കൂടി പുറത്ത് കറങ്ങാൻ പോകാൻ വേണ്ടി. മാത്രമല്ല, ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ള ആ ബോബിനെയും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി. അവൻ നോക്ക് ചെയ്തപ്പോൾ ആരും ആൻസർ ചെയ്യാത്ത കാരണം അവൻ എന്നെ ജനൽ വഴി നോക്കി. അവൻ ജനലിൽ കൂടി കണ്ടത് അവൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അവൻ കണ്ടത് ഞാൻ സംസാരിച്ചുകൊണ്ട് മൂവി കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഞാനല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചുറ്റും നോക്കുമ്പോൾ അവൻ അറിയാൻ പറ്റി അവിടെ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലാന്ന്, എൻ്റെ അടുത്ത് ആരും ഇരിക്കുന്നില്ലാന്ന്. ആദ്യം ഞാനത് ഡിനൈ ചെയ്തു. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഞാൻ ബോബിൻ്റെ കൂടെയാണ് മൂവി കണ്ടുകൊണ്ടിരുന്നത്. എനിക്കുണ്ടായിരുന്ന ഏക സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, അവൻ നോക്കിയ ആ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ബോബിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എന്നതായിരുന്നു. ഹ്യൂഗോക്ക് ആദ്യം അത് സമ്മതിച്ച് തരാൻ തോന്നിയില്ല. പിന്നെയും അവൻ അതൊക്കെ ഒന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്ത് പിന്നെ ഓക്കെ അതായിരിക്കാം എന്ന് ഹ്യൂഗോയും വിശ്വസിച്ചു. ഭാഗ്യം, ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോർമലായി. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ബോബിനെ വിളിച്ചു. അവൻ എന്നത്തെയും പോലെ എന്നെ ഗ്രീറ്റ് ചെയ്തു. ഞാൻ അകത്തേക്ക് കയറി. ഞങ്ങളുടെ സെയിം റുട്ടീൻസ് ഫോളോ ചെയ്തു. ഞാൻ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് ഓഫീസിൽ നടന്ന ആ ഒരു ബിസാർ ആക്യുസേഷനെ പറ്റി ഞാൻ ബോബിൻ്റെ അടുത്ത് ഷെയർ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ബോബ് സെലക്ട് ചെയ്ത ഒരു മൂവി കാണാനിരുന്നു. ഹ്യൂഗോ പറഞ്ഞതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോബിനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ബോബിൻ്റെ അടുത്ത്
സിനിമയിലെ ഓഡിയോ ഡിസ്ക്രിപ്റ്റീവ് വോയിസ് ഓവർ ടേൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ എനിക്ക് മൂവീസ് കാണുമ്പോൾ ആ ഒരു കമൻട്രിയുടെ ഒരു ആവശ്യം വരാറുണ്ട്. ബോബിന് അത് കേട്ടിട്ട് കൺഫ്യൂഷനായി. പക്ഷെ ഞാൻ ബോബിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്തവണ നീ ഇങ്ങനത്തെ ഒരു കമൻട്രി ഒന്നും വിളിച്ച് പറയാതെ കറക്റ്റ് ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്കിങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ബോബിൻ്റെ അടുത്ത് പറഞ്ഞു. ബോബും ഇൻസിസ്റ്റ് ചെയ്തു, കമൻട്രി ഓണാക്കി തന്നെ വെക്കാം, നിനക്കും കൂടെ മൂവി കാണേണ്ടതല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഫ്രണ്ട് കാർഡ് കളിച്ചു, ഇതെൻ്റെ വക നിനക്കൊരു ട്രീറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എനിക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവി കാണാനുള്ള മൂഡൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു കണക്കിന് സത്യം തന്നെയായിരുന്നു. അങ്ങനെ മൂവി വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ഞാൻ എല്ലാ ഡയലോഗുകളും കേട്ടു, പക്ഷെ മൂവിയിൽ എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ബോബിനെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബോബിൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. മൂവിയുടെ സെറ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് മൂവിയുടെ മെയിൻ പ്രിമിസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അവനൊന്ന് പോസായി, എന്നിട്ട് പറഞ്ഞു അവൻ അറിയില്ല എന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവനും ആ ഓഡിയോ ഡിസ്ക്രിപ്റ്റീവ് വോയിസ് ഓവർ കേട്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്ന്. അവൻ മിക്ക സമയത്തും സ്ലോ തന്നെയാണ്, ശരിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതേപ്പറ്റി പറഞ്ഞ് കുറേ ചിരിച്ചു. ബോബിന് അങ്ങനെ ഓരോ റെഫറൻസ് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അവന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൊടുക്കണം. അന്ന് രാത്രി പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. കിടക്കുമ്പോൾ ഒക്കെ ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ എന്തോരം വിഡ്ഢിത്തരായിരുന്നു എന്നൊക്കെ. പക്ഷേ അനോയിങ്ലി എനിക്ക് വീണ്ടും തോന്നി, ഈ എല്ലാ കാര്യത്തിനും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ലല്ലോ എന്ന്. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വേഴ്സ് ആയിട്ടാണ് മാറിയിട്ടുള്ളതെങ്കിലോ. പിറ്റേ ദിവസം ഞാൻ ഹ്യൂഗോയും ഒരുപാട് കമ്പനിയായി ഫ്രണ്ട്ലി ആയി സംസാരിച്ചു, ഒരുപാട് ജോക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വർക്ക് ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. കോൺവെർസേഷൻ ഇടയ്ക്ക് ഞാൻ തന്ത്രപൂർവ്വം ഈ ഒരു ടോപ്പിക്ക് അവൻ അറിയാതെ കേട്ടാൻ നോക്കി. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ദിവസം നിന്റെ റൂംമേറ്റ് റിയൽ അല്ല എന്ന് നീ മനസ്സിലാക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു? ഹ്യൂഗോന് പെട്ടെന്ന് തന്നെ എന്തോ മനസ്സിലായി, എന്തോ റോങ് ആണെന്ന് അവൻ അപ്പം തന്നെ സെൻസ് ചെയ്തു. ഞങ്ങൾക്കിടയിൽ അത്ര നേരം ഉണ്ടായിരുന്ന ആ ഒരു എനർജി ഷിഫ്റ്റ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഇങ്ങനത്തെ ഓഫ് ടോപ്പിക്കൊക്കെ ആരും അറിയാതെ ഉള്ളിലൂടെ കയറ്റിക്കൊണ്ടുവരാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഹ്യൂഗോ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നു. ഓരോ മൂളയിലും ഓരോ ഐഡിയാസ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഹ്യൂഗോ ആൻസർ കിട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങി, ബോബ് എന്നൊരാള് ഇല്ല എന്ന് ഇമാജിൻ ചെയ്ത് തുടങ്ങുമെന്ന്. അതായിരുന്നു അവന്റെ ആൻസർ. അവന്റെ ആൻസറിനെ കുറിച്ച് ഞാൻ ആലോചിക്കും തോറും ആ ആൻസർ അത്രത്തോളം സ്മാർട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവന്റെ ഐഡിയക്ക് താങ്ക്സ് പറഞ്ഞു തിരിച്ചു വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ബോബ് എന്നെ എന്നത്തെയും പോലെ ഗ്രീറ്റ് ചെയ്തു. ഞാൻ തിരിച്ച് കൈകൊണ്ട് വേവ് ചെയ്തു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, നീ റിയൽ അല്ല, നീ എൻ്റെ മനസ്സിൽ മാത്രമാണുള്ളത്, ഇവിടെ നിന്ന് പോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബോബ് ആ ഒരു വലിയ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഓക്കെ ആണോ? കോൺവെർസേഷൻ മുഴുവൻ ഞാൻ ഓട്ടോ പൈലറ്റ് മോഡായിരുന്നു. ഓരോ ആൻസറിന് ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ ആ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, നീ റിയൽ അല്ല, ഇവിടെ നിന്ന് പോവാ, നീ എൻ്റെ ഇമാജിനേഷൻ ആണ് എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഈ ഐഡിയ വർക്ക് ആവുന്നുണ്ട് എന്ന്. ഒരുപാട് നേരത്തെ സൈലൻസിന് ശേഷം ഞാൻ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ വീൽ ചെയറിൻ്റെ ശബ്ദം കേട്ടു. അവൻ എൻ്റെ അടുത്ത് വന്ന് അന്വേഷണം നടത്തുന്ന പോലത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവൻ്റെ ഒരു പ്രസൻസ് എന്നിൽ ഒരു അസഹ്യത ജനിപ്പിച്ചു. ഞാൻ സോഫയിൽ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് നടന്നുപോയി. അവനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. അവൻ്റെ ക്വസ്റ്റ്യൻസ് നിർത്തി പോകുന്നത് വരെ എല്ലാ സമയവും ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൻ റിയൽ അല്ല. ഇവൻച്വലി എല്ലാം നിശബ്ദമായി. അന്ന് രാത്രി മുഴുവൻ അവൻ്റെ ഒരു ശബ്ദം പോലും ഞാൻ കേട്ടില്ല. ഫൈനലി എനിക്ക് സമാധാനം കിട്ടി. ഞാൻ ഇതേക്കുറിച്ച് എല്ലാം പോയി ഹ്യൂഗോയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ എത്രത്തോളം ഫ്രീക്ഡ് ഔട്ട് ആയിരുന്നു അത്രത്തോളം ഹ്യൂഗോയും ഫ്രീക്ഡ് ഔട്ടായി. ഞാനും ഹ്യൂഗോയും ബോബ് എന്നൊരാൾ ഉണ്ട് എന്നെനിക്ക് ചിന്തിക്കാൻ കാരണമായ ഒരു ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ബോബ് ഇങ്ങനെ പുറത്തു പോകാതിരിക്കുന്നതും ബോബ് എന്നൊരാളെ വേറെ ആരും കാണാത്തതും. പിന്നെ അവിടുന്ന് വേറൊരു കോൺവെർസേഷനായി. ആ വീട് പഴയതായ കാരണം ആ വീട് ഓരോ നോയ്സസ് ഉണ്ടാക്കുമെന്നും ആ ശബ്ദം കേട്ടിട്ടായിരിക്കും ഞാൻ അത് വീൽ ചെയർ ആണ് എന്ന് വിചാരിച്ചതെന്നും പിന്നെ അവന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ കാരണമായിരിക്കും എന്നൊക്കെ. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. ഇത്തവണ ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എന്നെ ഗ്രീറ്റ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി ഈ ദിവസം മുഴുവൻ ഞാൻ ഹ്യൂഗോന്റെ അടുത്ത് ഓപ്പണായി സംസാരിച്ചതിന് ശേഷം എനിക്കിവിടെ
അലോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഫെമിലിയർ സ്ക്വീക്കിംഗ് കേട്ടു, കൂടെ ഒരു ഗ്രീറ്റിംഗ്. അത് ബോബായിരുന്നു. ഞാൻ അത് കംപ്ലീറ്റ് ആയി ഇഗ്നോർ ചെയ്ത് വിട്ടു. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോയി. സൈലൻസ്. ഞാൻ ഇതൊരു പ്രോഗ്രസ് ആയി കണ്ടു. ഞാൻ ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും ബോബിന്റെ വീൽ ചെയറിന്റെ ആ ഒരു സ്ക്വീക്കിംഗ് കേട്ടു. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാനൊക്കെ നോക്കി. ഞാൻ അങ്ങനെ ഒരാളെ അവിടെ ഇല്ല എന്നതുപോലെ എന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്തപ്പോ ബോബ് പറഞ്ഞു, നിനക്ക് കണ്ണ് കാണില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നീ ചെവിപ്പൊട്ടനല്ല എന്നും പറഞ്ഞുകൊണ്ട് ബോബ് അവിടുന്ന് പോയി. അതിനുശേഷം ഞാൻ പിന്നെ അവനെ കേട്ടിട്ടില്ല. ഇങ്ങനെ ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി ഹ്യൂഗോന്റെ അടുത്ത് പറയും. ഹ്യൂഗോ എനിക്ക് ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയുള്ള ഒരു കൗൺസിലറിനെ പോലെയായിരുന്നു. ഇതങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിന്നില്ല. ഒരു ദിവസം ബോബ് എൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല, എന്താ ഇവിടെ നടക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ. അവൻ ഇതിനൊക്കെ ആൻസർ അറിയേണ്ടതാണല്ലോ, കാരണം ഇവൻ എൻ്റെ മനസ്സിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലേ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ശരിക്കും ഇവന് എന്തൊക്കെയാ നടക്കുന്നത് എന്ന് നല്ല പോലെ അറിയാം. ഇതെല്ലാം അവന്റെ നാടകം. ഞാൻ പണ്ട് ഡിലൂഷനലായി നടന്നതുപോലെ എന്നെ തിരികെ കൊണ്ടുവരാനുള്ള അവന്റെ നാടകം. ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ അവന്റെ അവസാനത്തെ ഔട്ട് ബേസ്റ്റ് ആയിരിക്കും, ഇതിനൊരു അവസാനം ഉണ്ടാവാൻ പോവാ എന്ന്. ബോബ് ഒരുപാട് അല്ലറി വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. ഞാൻ അതെല്ലാം ഇഗ്നോർ ചെയ്ത് മിണ്ടാതിരുന്നു. പെട്ടെന്ന് എൻ്റെ മേത്ത് ഷാർപ്പായിട്ടുള്ള എന്തോ ഒന്ന് തട്ടി. ബോബ് അവൻ്റെ വീൽ ചെയർ എടുത്ത് എൻ്റെ ദേഹത്തുകൂടെ കയറ്റുമായിരുന്നു, എൻ്റെ ദേഹത്തിട്ട് ഇടിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കാലൊന്നും ഇങ്ങനെ തട്ടി മിണ്ടാതിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഇമാജിനേഷൻ ഒരു നിയന്ത്രണം ഇല്ലാതെ പോയി. ബോബ് എൻ്റെ മുന്നിൽ വന്ന് അല്ലറി വിളിക്കുന്നു, ഒരുപാട് ഷൗട്ട് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇതാണ് ഈ ബോബിൻ്റെ അവസാനം, അവൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാവാൻ പോവാണെന്ന്. പക്ഷെ ആരാണ് വില്ലിംഗ്ലി ആഗ്രഹിക്കുക ഈ ഒരു എക്സിസ്റ്റൻസിൽ നിന്ന് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്? പക്ഷെ ബോബിന് എനിക്ക് ഇനിയും പവർ കൊടുക്കാൻ പറ്റില്ല. ബോബ് എന്നത് എൻ്റെ ഉള്ളിലെ ഒരു അസുഖമാണ്. ഈ ഒരു അസുഖം എനിക്ക് ഇനി ആവശ്യമില്ല. പിന്നെ ഹിറ്റിംഗ് തുടങ്ങി, വൻതോതിൽ പക്ഷെ ദുർബലമായി എന്നെ അടിക്കുന്നത് ഞാൻ ഫീൽ ചെയ്തു. അത് ഞാൻ എന്നെ തന്നെ അടിക്കുന്നതായിരിക്കാം. എല്ലാം ഒരു ട്രിക്കാണ്, എല്ലാം ഒരു കള്ളമാണ്. പക്ഷെ ഇതൊരു പുതിയ വഴി തുറന്നു തന്നു. ഈ സാധനത്തിന് എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തിരിച്ചു അറ്റാക്ക് ചെയ്യാൻ പറ്റും. റിട്ടേൺ ആയി ഞാൻ എൻ്റെ കൈ ഉറുക്കി അതിന്റെ നേരെ വീശി. ആ എൻറ്റിറ്റിയെ ഞാൻ തിരികെ പറഞ്ഞയച്ചു. ഞാൻ ശക്തമായി പലതവണ അതിന്റെ മേലെ അടിച്ചു. ആ സാധനം ഇപ്പോ ജസ്റ്റ് ശബ്ദം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സ് മാത്രമായി മാറി. അത് സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ ഇതൊക്കെ അവസാനിക്കണമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പോയി ആ ഇമാജിനറി കഴുത്തിൽ പിടിച്ചു. കഴുത്തിൽ പിടിച്ച് ഞാൻ ഒരുപാട് നേരം ഞെക്കി, എല്ലാം നിശബ്ദമാവുന്നത് വരെ. എല്ലാം സൈലന്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിടുത്തം വിട്ടു. ശേഷം ഞാൻ അവിടെ ഇരുന്ന് ഉണ്ടായതെല്ലാം ആലോചിച്ചു. നടന്നതെല്ലാം ഭയങ്കര ഗൗരവമുള്ള കാര്യങ്ങളാണ്, പക്ഷെ അതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നപ്പോൾ എൻ്റെ കാലിൽ എന്തോ തട്ടി ഞാൻ വീണു. ഞാനത് പിടിച്ചു നോക്കിയപ്പോൾ അത് റിയൽ ആയിട്ടുള്ളൊരു വീൽ ചെയർ ആയിരുന്നു. ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷനിൽ സംഭവിച്ചായിരിക്കാം. ഞാൻ അതെടുത്ത് മാറ്റി വയ്ക്കാൻ നോക്കി, പക്ഷെ അത് ഭയങ്കര ഹെവി ആയിരുന്നു. ഞാൻ എൻ്റെ കൈകൊണ്ട് ആ വീൽ ചെയറൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചുപോയി. അതിൻ്റെ മേലെ ഒരു ഇളം ചൂടുള്ള ഒരു പിണ്ഡം. അതെൻ്റെ ഫ്രണ്ടായിരുന്നു. തീക്ഷണമായൊരു നിഷേധനം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് ഹ്യൂഗോയെ വിളിച്ചു. ഫോൺ എടുത്തില്ല. ശരിയാണ്, ഹ്യൂഗോ ഇപ്പോൾ അവൻ്റെ വർക്ക് പ്ലേസിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു. എൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്ത് ഫോണിലൂടെ ചോദിച്ചു അവിടെ ഹ്യൂഗോ ഉണ്ടോ എന്ന്. ആ സെക്രട്ടറി ലേഡി എൻ്റെ അടുത്ത് ലാസ്റ്റ് നെയിം ചോദിച്ചു. ഞാൻ ലാസ്റ്റ് നെയിമും പറഞ്ഞു കൊടുത്തു. ആളൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഹ്യൂഗോ എന്നൊരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഇവരുടെ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ആളോട് ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ കണക്ട് ചെയ്ത് തരാൻ. ഞാൻ ഓരോ റിക്വസ്റ്റിനും വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതിലേക്ക്. പിന്നീട് ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നെ ടോട്ടലി ഭ്രാന്തനാക്കി. അവൾ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന്.
കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല എന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അവളോട് സർക്കാസ്റ്റിക് ആയിട്ട് തിരിച്ചു ചോദിച്ചു. അപ്പം ഞാൻ എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടായിരുന്നു എന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവരെല്ലാം വിചാരിച്ചത് ഞാനത് വർക്കിൽ ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിരിക്കുമെന്ന്. വർക്കായി കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതായിരിക്കുമെന്ന്. എൻ്റെ ദേഷ്യം പെട്ടെന്ന് കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷൻ റിയലൈസേഷനായി. പിന്നെ അതൊരു ഷോക്കായി മാറി. അവസാനം എനിക്ക് വന്ന ഇമോഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധമായിരുന്നു.